മ്യൂട്ടാ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണോ? കേൾക്കുന്നുണ്ടല്ലേ? ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമോ? അപ്പൊ നമ്മുടെ ഈ പാഠഭാഗത്ത് എന്താണ് പറയുന്നത്? കുറിഞ്ഞിപ്പൂച്ചയും ചിലന്തിയും തമ്മിലുള്ള സംഭാഷണാണ് അല്ലെ? എന്താണ് ആരോണേ? കേൾക്കുന്നില്ല ആരോണി? എന്താ ആരോൺ പറയുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാതെ ഉണ്ടോ? ഇല്ല, കേൾക്കുന്നുണ്ട് അല്ലേ? ആരോൺ എന്താ പറയുന്നത്? ആരോൺ പറയുന്നത് മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞു നോക്കി ആരോൺ. അപ്പൊ നമ്മളെ പാഠത്തില് കുറിഞ്ഞിപ്പൂച്ചയും ചിലന്തിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് നമ്മുടെ പാഠം അല്ലെ നമുക്കിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. എല്ലാരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? അപ്പോ പേജ് നമ്പർ 44 അതില് ശ്രദ്ധിച്ച് നോക്കണേ. കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി വെയിൽ കായുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്. കുറിഞ്ഞി, നീ എന്ത് ചെയ്യുകയാണ്? ചിലന്തി, ഞാൻ വീട് നിർമ്മിക്കുകയാണ് അല്ലെ? വീട് നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞു. കുറിഞ്ഞി, വീടോ? ഇതാണോ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വന്നോളൂ, അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മിനിക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം. അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്, കുളത്തിൽ മീനുകളുണ്ട്, കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളുമുണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല. ചിലന്തി, അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്ക് താമസിക്കണമെങ്കിൽ വല നെയ്തേ പറ്റൂ. ഞങ്ങളുടെ കൂട് ഒരു കെണി കൂടിയാണ്. അതിൽ അറിയാതെ വന്നു വീഴുന്ന പ്രാണികളാണ് ഞങ്ങളുടെ ആഹാരം. കുറിഞ്ഞി, അപ്പൊ നീയും പ്രാണിയെ പോലെ ആ വലയിൽ ഒട്ടിപ്പോവുകയില്ലേ? ചിലന്തി, ഇല്ല. 2 തരം നൂലുകൾ കൊണ്ടാണ് ഞങ്ങൾ കൂട് കെട്ടുന്നത്. ഒന്നിലെ പശ കാണും. പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. പൊട്ടിപ്പോകുന്ന നൂലിലാണ് പ്രാണികൾ കുടുങ്ങുന്നത്. കിളികൾ ചിലന്തി വല കൊത്തി വലിക്കുന്നത് കണ്ടല്ലോ. ചിലന്തി, അതോ? ചില പക്ഷികൾ കൂടുണ്ടാക്കാൻ ചിലന്തി വല ഉപയോഗിക്കാറുണ്ട്. കുറിഞ്ഞി, അപ്പൊ നിനക്ക് കൂട് വേണ്ടേ? ചിലന്തി, വേണം. ഞാൻ പിന്നെയും കൂടുണ്ടാക്കും. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ഞങ്ങൾ ചിലന്തികളുടേതാണ്. അത് തകരാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ല. അതിനാൽ ഞങ്ങൾ നിരന്തരം കൂട് കെട്ടിക്കൊണ്ടിരിക്കും. ശരീരത്തിന്റെ പിൻഭാഗത്ത് നിന്ന് അതിനാവശ്യമായ സ്രവം കിട്ടിക്കൊണ്ടിരിക്കും. കുറിഞ്ഞി, ചിലന്തികൾ എവിടെയൊക്കെയാണ് വലയുണ്ടാക്കാറുള്ളത്? ചിലന്തി, മണ്ണിലും മരത്തിലും മാളത്തിലും മാടങ്ങളിലും ഒക്കെ ഉണ്ടാക്കും. സ്ഥലത്തിനനുസരിച്ച് വീടിനും മാറ്റമുണ്ടാക്കും. കുറിഞ്ഞി, കൊള്ളാം. വീട് വയ്ക്കാനുള്ള നിന്റെ ബിരുദ് വിസ്മയകരം തന്നെ. അയ്യോ, മിനിക്കുട്ടി വിളിക്കുന്നു, നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞു അല്ലെ? ആര്? കുറിഞ്ഞിപ്പൂച്ച. ഇതാണ് പാഠം. അപ്പൊ അവര് തമ്മിലുള്ള സംസാരാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പറയുന്നത് അല്ലേ? അപ്പൊ എന്താണ് ആദ്യം പറഞ്ഞേ? കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി വെയിൽ കായുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് അല്ലെ? എന്താ പറഞ്ഞത്? കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി വെയിൽ കായുകയാണ്. വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? വെയിൽ കായുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് അല്ലെ? ചിലന്തി അവയുടെ കൂട് കൂട്ടുകയായിരുന്നു. കുറിഞ്ഞി, നീ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചു കുറിഞ്ഞിപ്പൂച്ച. അപ്പൊ ചിലന്തി എന്ത് പറഞ്ഞു? ഞാൻ വീട് നിർമ്മിക്കുകയാണ്. കുറിഞ്ഞി എന്ത് പറഞ്ഞു? വീടോ? ഇതാണോ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വന്നോളൂ, അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മിനിക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം അല്ലെ? അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മിനിക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ തൊഴുത്തിൽ നിന്റെ വീട്ടിൽ ആരും കാണുന്നില്ലല്ലോ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ മിനിക്കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്, കുളത്തിൽ മീനുകളുണ്ട്,
കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളും ഉണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ലാന്ന് കുറിഞ്ഞിപ്പൂച്ച പറഞ്ഞു. അപ്പൊ ചിലന്തി എന്താ പറഞ്ഞത്? അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്ക് താമസിക്കണമെങ്കിൽ വല നെയ്തേ പറ്റൂ. ഞങ്ങളുടെ കൂടെ ഒരു കെണി കൂടിയാണ്. എന്ത് കെണിയാ? അതിൽ അറിയാതെ വന്നു വീഴുന്ന പ്രാണികളാണ് ഞങ്ങളുടെ ആഹാരം, അല്ലെ? മറ്റുള്ള ജീവികള് അതിൽ പെടുമ്പോ അതിനെയാണ് ചിലന്തി ആഹാരമാക്കി കഴിക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്ക് താമസിക്കണമെങ്കിൽ വല നെയ്തേ പറ്റൂന്ന് ആര് പറഞ്ഞു? ചിലന്തി പറഞ്ഞു, അല്ലെ? ഞങ്ങളുടെ കൂട് ഒരു കെണി എന്ന് പറഞ്ഞാൽ എന്താണ്? കെണി എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങക്ക്? മറ്റുള്ള ജീവിയെ കെണിപ്പെടുത്തുന്നത്, അല്ലെ? കെണി വെക്കാറുണ്ട്, അല്ലെ ചിലവര്? അപ്പോ ഒരു കെണി കൂടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത എന്താ പറയുന്നത്? അപ്പൊ നീയും പ്രാണിയെ പോലെ ആ വലയിൽ ഒട്ടിപ്പോവുകയില്ലേ? ഇല്ല. 2 തരം നൂലുകൾ കൊണ്ടാണ് ഞങ്ങൾ കൂട് കെട്ടുന്നത്. ഒന്നിലെ പശ കാണും. പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുക. അപ്പൊ അവർക്കറിയാം 2 തരം നൂല് ചേർത്താണ് അവര് കൂടുണ്ടാക്കുന്നത്. അതിൽ ഒന്നിലെ പശയുള്ളൂ. അപ്പൊ അത് അവർക്കറിയാം. പശയില്ലാത്ത നൂലിലൂടെയാണ് അവര് സഞ്ചരിക്കുന്നത്. ഒട്ടിപ്പോകുന്ന നൂലിലാണ് പ്രാണികൾ കുടുങ്ങുന്നത്. കൈസ ഇവിടെ ശ്രദ്ധിച്ചേ. കൈസേ, എന്താ അവിടെ പരിപാടി? അപ്പൊ അതുവരെ മതി നമുക്കല്ലേ? അപ്പൊ ആദ്യം പറഞ്ഞ കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി വെയിൽ കായുകയാണ്, അല്ലെ? എന്താ തൊടി എന്ന് പറഞ്ഞ അർത്ഥം? തൊടി, പുരയിടം, അല്ലെ? തൊടി, പുരയിടം. ഓക്കെ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? അവിടെ തൊടി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പുരയിടം. അപ്പോ കുറിഞ്ഞിപ്പൂച്ച എന്താ ചെയ്യുന്നത്? പുരയിടത്തിന്റെ പുറത്തു പോയി വെയിൽ കായുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്. കുറിഞ്ഞി ചോദിച്ചു, നീ എന്ത് ചെയ്യുകയാണ്? ചിലന്തി, ഞാൻ വീട് നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞു. കുറിഞ്ഞി, വീടോ? ഇതാണോ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ താമസിക്കുന്നിടത്തേക്ക് വന്നോളൂ. അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മിനിക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം. അപ്പൊ പൂച്ച മിനിക്കുട്ടി വീട്ടിലാണ് ഉള്ളത്, അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്, കുളത്തിൽ മീനുകളുണ്ട്, കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളുമുണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല. അവരോടൊക്കെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല എന്നാണ് പറഞ്ഞത്. പ്രാണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രാണി, ജീവി. പ്രാണി, ജീവി, അല്ലേ? പ്രാണി. ആരുടെയോ ഒരാളുടെ മ്യൂട്ടാണല്ലോ. അപ്പോ അടുത്ത ചിലന്തി എന്നാ പറയുന്നത്? അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്ക് താമസിക്കണമെങ്കിൽ വല നെയ്തേ പറ്റൂ. വലയത്തെ അവർക്ക് താമസിക്കാൻ പറ്റൂ. ഞങ്ങളുടെ കൂട് ഒരു കെണി കൂടിയാണ്. അതിൽ അറിയാതെ വന്നു വീഴുന്ന പ്രാണി, ജീവി, പ്രാണികളാണ് ഞങ്ങളുടെ ആഹാരം. അപ്പൊ പ്രാണി എന്ന് പറഞ്ഞ അർത്ഥം ജീവി, അതാണ് ഞങ്ങളുടെ ആഹാരം. അതുകൊണ്ട് നമുക്ക് വലയെ നെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ കുറിഞ്ഞി എന്താ പറയുന്നത്? അപ്പൊ നീയും പ്രാണിയെ പോലെ ആ വലയിൽ ഒട്ടിപ്പോവുകയില്ലേ ചോദിച്ചു. ഇല്ല. 2 തരം നൂലുകൾ ചേർത്താണ് നമ്മൾ വലകൾ ഉണ്ടാക്കുന്നത്. ഒന്നിലെ പശയുള്ളൂ. അപ്പോ അതിലൂടെയാണ്, പശ ഇല്ലാത്തതിലൂടെയാണ് ഞങ്ങള് സഞ്ചരിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? ചിലന്തി പറഞ്ഞു. അപ്പൊ ഒട്ടിപ്പോകുന്ന നൂലിലാണ് ആര്? അറിയാതെ വരുന്ന ജീവികള് കുടുങ്ങുന്നത്. അപ്പൊ അതിനെയാണ് ഇവര് ഭക്ഷണാക്കുന്നത്, അല്ലെ? ഓക്കെ. കുടുങ്ങുന്നത് പറഞ്ഞാല് അതിൽ അകപ്പെടുന്നത്, അല്ലെ? വീഴുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് അതുവരെ മതി. ഇപ്പൊ എന്താ മനസ്സിലായോ? ചിലന്തിയും കുറിഞ്ഞി പൂച്ചയുള്ള സംസാരമായിട്ടാണ് നമ്മൾ ഈ പാഠം. അതില് എന്താണ്? തൊടിയിൽ പോയി ഇന്ന് വെയിൽ കൊള്ളുന്ന സമയത്താണ് കുറിഞ്ഞിയെ കാണുന്നത്, അല്ല ആരെ? ചിലന്തിയെ കാണുന്നത്. അപ്പൊ ചിലന്തി എന്ത് ചെയ്യായിരുന്നു? തന്റെ കൂട് നിർമ്മിക്കുകയായിരുന്നു, അല്ലെ? തലങ്ങും വിലങ്ങും ഇങ്ങനെ വായുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആര്? ചിലന്തി. അപ്പൊ നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്റെ കൂട് നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പോ എന്റെ വീട് നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ കുറിഞ്ഞി എന്തോ, കുറിഞ്ഞി നല്ല വലിയ വീട്ടില് കുറെ പശുക്കളും കോഴികളും ഒക്കെയുള്ള വീട്ടിലായിരുന്നു, മിനിക്കുട്ടിയുടെ വീട്ടിലായിരുന്നു താമസം കുറിഞ്ഞിപ്പൂച്ച. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിലേക്ക് വന്നോളൂ എന്ന് ആര് പറഞ്ഞു? കുറിഞ്ഞി പറഞ്ഞു. പക്ഷെ ഇല്ല, നമുക്ക് എവിടെ നിന്ന് കഴിഞ്ഞാലും വലയിലെ
അവരുടെ തന്നെ കൂടുണ്ടാക്കിയിട്ട് അവർക്ക് താമസിക്കാൻ പറ്റുന്നു പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാ വലയിൽ കുടുങ്ങുന്ന ജീവികളെയാണ് അവരുടെ ഭക്ഷണമാക്കുന്നത് അവര്, അല്ലെ? അത്രയാണ് നമ്മൾ അതില് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതുവരെയുള്ള ക്ലിയർ ആയില്ലേ? അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. നിങ്ങൾക്ക് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇന്ന് ആരാണ് ഇത് വായിക്കുന്നതെന്ന്? ഈ പാഠഭാഗം കെറിലു ആബിദ്. റിലു, പ്ലീസ് അൺമ്യൂട്ട്. പാഠം 10. ചിലന്തി. കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി. വഴിയിൽ കായുകയാണ്. വെയിൽ കായുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്. കുറിഞ്ഞി, നീ എന്തു ചെയ്യുകയാണ്? ചിലന്തി, ഞാൻ വീട് നിർമ്മിക്കുകയാണ്. കുറിഞ്ഞി, വീടോ? അതാണോ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വന്നോളൂ. അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മിനിക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം. അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്. കുളത്തിൽ മീനുകളുണ്ട്. കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളുമുണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല. ചിലന്തി, അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്ക് താമസിക്കണമെങ്കിൽ വല നെയ്തേ പറ്റൂ. ഞങ്ങളുടെ കൂടെ ഒരു കെണി കൂടെയാണ്. അതിൽ അറിയാതെ വന്ന് വീഴുന്ന പ്രാണികളാണു ഞങ്ങളുടെ ആഹാരം. കുറിഞ്ഞി, അപ്പോൾ നീയും പ്രാണിയെ പോലെ ആ വലയിൽ ഒട്ടിപ്പോവുകയില്ലേ? ചിലന്തി, ഏയ് ഇല്ല, 2 തരം വലയുണ്ട്. 2 തരം നൂലുകളുണ്ട്. നൂലുകൾ കൊണ്ടാണ് ഞങ്ങൾ കൂട് കെട്ടുന്നത്. ഒന്നിലെ പശ കാണൂ. പശയില്ലാത്ത നൂലിലൂടെയാണ് കെട്ടുന്നത്. ഒന്നിലെ പശ കാണൂ. പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒട്ടിപ്പോകുന്ന നൂലിലാണ് പ്രാണികൾ കുടുങ്ങുന്നത്. ഓക്കെ, അതുവരെ മതി. നെക്സ്റ്റ് ബെനീറ്റ എവിടെയായിരുന്നു ശ്രദ്ധിച്ചത്? ബെനീറ്റ വായിച്ചേ. ബെനീറ്റ, പ്ലീസ് അൺമ്യൂട്ട്. ബെനീറ്റ ആവുന്നില്ലേ? ഓക്കെ, മ്യൂട്ട് ആക്കുന്നുണ്ട് മോളാദ്യേ. ഓക്കെ, വായിച്ചോ. കേൾക്കുന്നില്ല ബെനീറ്റ? കേൾക്കുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ല അല്ലേ? ഓക്കെ, ബെനീറ്റ അവിടെ എന്തോ ക്ലിയർ കുറവാണെന്ന് തോന്നുന്നു.
ബെനീറ്റ വായിക്കുന്ന കേൾക്കുന്ന. കൈസേ എവിടെയാ ശ്രദ്ധിക്കുന്നേ? ഒന്ന് വായിച്ചേ. കുറിഞ്ഞി, കിളികൾ, ചലന്തി, വല, കുറിഞ്ഞിപ്പൂച്ച. ചിലന്തിന്ന് പാഠത്തിന്റെ പേര്. കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി. വായിച്ചേ. കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി. വെയിൽ കായുകയാണ്. അപ്പോഴാണ് അവൾ ചലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്. ആര്? ചിലന്തി. കുറിഞ്ഞി, നീ എന്തു ചെയ്യുകയാണ്? ചലന്തി, ഞാൻ വീട് നിർമ്മിക്കുകയാണ്. കുറിഞ്ഞി, വീടോ? ഇതാണോ വീട്? ഇതാണോ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ താമസിക്കുന്നിടത്തേക്കു വന്നോളൂ. അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മിനിക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം. അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്. കുളത്തിൽ മീനുകളുണ്ട്. കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളുമുണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞു നിന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല. ചിലന്തി അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്ക് താമസിക്കണമെങ്കിൽ വല നെയ്തേ പറ്റൂ. ഞങ്ങളുടെ കൂട് ഒരു കെണി കൂടിയാണ്. അതിൽ അറിയാതെ വന്നു വീഴുന്ന പ്രാണികളാണ് ഞങ്ങളുടെ ആഹാരം. കുറിഞ്ഞി, അപ്പോ നീയും പ്രാണിയെ പോലെ ആ വലയിൽ ഒട്ടിപ്പോകുകയില്ലേ? ചലന്തി, ഇല്ല. രണ്ടു തരം നൂലുകൾ കൊണ്ടാണ് ഞങ്ങളുടെ കൂട് കെട്ടുന്നത്. ഒന്നിൽ പശ കാണും. പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒട്ടി പോകുന്ന പ്രാണികൾ കുടുങ്ങുന്നത്. അടുത്ത വരെ മതി. സെൽന എലിസബത്ത്. ചിലന്തി, കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി വെയിൽ കൊള്ളുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്. കുറിഞ്ഞി, നീ എന്തു ചെയ്യുകയാണ്? ചിലന്തി, ഞാൻ വീട് നിർമ്മിക്കുകയാണ്. കുറിഞ്ഞി, വീടോ? ഇതാണോ വീട്?
ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നീ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വന്നോളൂ. അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മീനുക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം. അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്, കുളത്തിൽ മീനുകളുമുണ്ട്, കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളുമുണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല. ചിലന്തി: അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്ക് താമസിക്കണമെങ്കിൽ വല നെയ്തേ പറ്റൂ. ഞങ്ങളുടെ കൂട് ഒരു കെണിക്കൂടുകയാണ്. അതിൽ അറിയാതെ വന്നു വീഴുന്ന പ്രാണികളാണോ ഞങ്ങളുടെ ആഹാരം. കുറുങ്ങി: അപ്പോൾ നീയും പ്രാണിയെ പോലെ ആ വലയിൽ ഒട്ടിപ്പോവുകയില്ലേ? ചിലന്തി: ഇല്ല, 2 തരം നൂലുകൾ കൊണ്ടാണ് ഞങ്ങൾ കെട്ടുന്നത്. ഒന്നിലെ പശ കാണും. പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒട്ടിപ്പോകുന്ന നൂലിലാണ് പ്രാണികൾ കുടുങ്ങുന്നത്. ഉറിഞ്ഞി: കിളികൾ ചിലന്തി വല മോളെ നമ്മൾ പഠിച്ചത് വരെ മതി. അപ്പോ നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അലൻ. ചിലന്തി: കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി വെയിൽ കായുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്. കുറിഞ്ഞി: നീ എന്തു ചെയ്യുകയാണ്? ചിലന്തി: ഞാൻ വീട് നിർമ്മിക്കുകയാണ്. കുറിഞ്ഞി: വീടോ? ഇതാണോ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വാ. അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മീനുക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം. അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്, കുളത്തിൽ മീനുകളുമുണ്ട്, കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളുമുണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നതേ അറിയില്ല. ചിലന്തി: അവിടെ നിന്നാലും ഞങ്ങൾ ചിലന്തികൾക്കു താമസിക്കണമെങ്കിൽ വലിയ വല നെയ്തേ പറ്റൂ. ഞങ്ങളുടെ കൂട് ഒരു കെണി കൂടിയാണ്. അതിൽ അറിയാതെ വീഴുന്ന പ്രാണികളാണ് ഞങ്ങളുടെ ആഹാരം. കുറിഞ്ഞി: അപ്പോ നീയും പ്രാണികളെ പോലെ ആ വലയിൽ ഒട്ടിപ്പോവുകയില്ലേ? ചിലന്തി: ഇല്ല, 2 തരം നൂലുകൾ കൊണ്ടാണ് ഞങ്ങൾ കൂട് കെട്ടുന്നത്. ഒന്നിലെ പശ കാണൂ. പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒട്ടിപ്പോകുന്ന നൂലിലാണ് പ്രാണികൾ കുടുങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ് എല്ലാരും വായിക്കാനുണ്ട് ഒരുപാട് ആളെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. നമുക്കിനി 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അതിന്റെ ചെയ്തോട്ടെ. ബൈ. ഓക്കെ, ബൈ. ബൈ. Bye. See you.